കല്യാണ സദസ്സുകളിൽ ചെന്നിട്ട് അലമ്പുണ്ടാക്കാനല്ല യുവത്വം ചെലവഴിക്കേണ്ടത്. കണ്ണൂർ ജില്ലയിലുള്ള ഒരു കല്യാണത്തിന്റെ കഥ നമ്മൾ വായിച്ചതാണ്. എന്റെ പ്രിയമുള്ളവരെ, ശവമഞ്ചത്തിലാക്കിയിട്ട് ശവപ്പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുപോവാണ് അല്ലേ? കുറെ ആളുകൾക്ക് അത് കണ്ടിട്ട് ചിരി വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരു ആഭാസമാണ്! ആഭാസത്തിന്റെ ഏറ്റവും വൃത്തികെട്ട ആഭാസമല്ലേ അത്? ഒന്നാലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കേണ്ട, ഓർമ്മയിൽ തളം കെട്ട് നിൽക്കേണ്ട സുദിനമാണ് അവന്റെ വിവാഹ സുദിനം എന്ന് പറയുന്നത്. ആ വിവാഹ സുദിനത്തിൽ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകേണ്ട പകരം അവഹേളിച്ചുകൊണ്ട് ആളുകൾ മോശം പറയുന്ന തരത്തിൽ മയ്യത്ത് കട്ടിലിലേറ്റി ശവമഞ്ചത്തിലേറ്റിയിട്ട് പുതുമാരനെ ആനയിച്ചിറക്കി കൊണ്ടുപോകുമ്പോൾ അതിന് ഓശാന പാടുന്ന തരത്തിൽ കമ്മിറ്റി ഭരണകൂടങ്ങൾ മാറരുത്. ഏത് കമ്മിറ്റി ഭരണകൂടങ്ങളാകട്ടെ, അത്തരം പേക്കൂത്തുകൾ തങ്ങളുടെ മഹല്ലിൽ നടക്കുന്നുവെങ്കിൽ മഹല്ലത്തിന്റെ നേതൃത്വം അതിനിടപെടണം, മഹല്ല് ഖതീബ് ഇടപെടണം. മാത്രമല്ല, മഹല്ലിന്റെ ഭരണ സംവിധാനം, മഹല്ലിന്റെ സെക്രട്ടറിയുടെ വീട്ടിലാകട്ടെ, ആരുടെ വീട്ടിൽ നടന്ന ആഭാസമായാലും അതിനെതിരെ അതിശക്തമായിട്ട് എന്റെ സഹോദരങ്ങളെ പോരാട്ടത്തിന്റെ വീതിയിലുണ്ടാകണം. നമ്മുടെ നാടുകളിൽ അങ്ങനത്തെ വൃത്തികേടുകൾ നടക്കുമെന്നറിയുന്നെങ്കിൽ മഹല്ലിന്റെ നേതാക്കൾ പറയണം, ആ കല്യാണത്തിൽ ഞങ്ങൾ പങ്കെടുക്കില്ല, ആ കല്യാണത്തിൽ പങ്കെടുക്കില്ല, ആ മകനെ ഞങ്ങൾ നിക്കാഹ് ചെയ്തു തരില്ല എന്ന് ആണത്തത്തോടെ പറയാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്കാകണം. അതല്ലാതെ പിന്നെ കേവലം വയറ് വീർപ്പിച്ച് നടക്കുന്ന കേവലം ഒരു താക്കോൽ സ്ഥാനം മാത്രമായി നമ്മുടെ ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ മാറാൻ പാടുള്ളതല്ല. നമ്മുടെ ഭരണം, നമ്മുടെ മഹല്ല് ഭരണത്തിന് കേവലം പ്രസിഡന്റ്, സെക്രട്ടറി എന്ന് പറഞ്ഞു ഒതുങ്ങേണ്ടവരല്ല. ഈ മഹല്ലിന്റെ ആത്മീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാളെ പടച്ചവന് ചോദിക്കും. യാ അബ്ദുറഹ്മാൻ ഇബ്നു സുംറ, അബ്ദുറഹ്മാനെ, അധികാരം അത് ഭാരമാണ് കേട്ടോ, അധികാരം അത് ഭാരമാണ്, അത് ചോദിച്ചു വാങ്ങാനുള്ളതല്ല ഈ മുൾക്കിരീടം. നാളെ പടച്ചവന്റെ പരലോകത്ത് ഭരണീയരെ പറ്റി ചോദിക്കേണ്ടി വരും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാതെ നാളെ പടച്ചവന്റെ പരലോകത്ത് രക്ഷപ്പെടില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ ഏറ്റവും മനോഹരമായ ഒരു ആഘോഷത്തെ, ഒരു സൽക്കർമ്മത്തെ, ആ മഹത്തായ കർമ്മത്തെ ഇത്രമേൽ വ്യഭിചരിക്കുന്ന തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടമാടുമ്പോ നോക്കി നിൽക്കാതെ നമ്മുടെ ഭരണകൂടം, കമ്മിറ്റി അംഗങ്ങൾ, ഉസ്താദുമാരൊക്കെ അത്തരം കല്യാണ പേക്കൂത്തുകൾക്കെതിരെ സധൈര്യം മുന്നോട്ട്